നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 6 സബ്സിഡിയറി ബുക്കാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റെക്കോർഡും ഇതൊക്കെ തന്നിട്ട് അല്ലേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് യൂണിറ്റ് 6 ആണ് സബ്സിഡിയറി ബുക്ക് കേട്ടോ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് നീഡ് ഫോർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ, അഥവാ സബ് ഡിവിഷൻ എന്ന് പറയുന്നതും സബ്സിഡി ബുക്കൊക്കെ എന്താണ്, ഡേ ബുക്കും ഒക്കെ എന്താണ്, സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നീഡ്, ദെൻ സബ്സിഡിയറി ബുക്ക്, അഡ്വാൻറ്റേജസ് ഓഫ് സബ്സിഡിയറി ബുക്ക്, പിന്നെ സബ്സിഡിയറി ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് സിംഗിൾ കോളത്തിൻ്റെ റെക്കോർഡും പോസ്റ്റിങ്ങും ബാലൻസിങ്ങും ഇതൊക്കെ സിമ്പിളാട്ടോ. നമുക്ക് അതിലൊന്നും അധികം പറയാനേ ഇല്ല. കാരണം റെക്കോർഡ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. സിംഗിൾ കോളത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, 2 കോളത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ വാട്ട് ഈസ് എ ബാങ്ക്, ടൈപ്സ് ഓഫ് ബാങ്ക്, ദെൻ ക്ലോസിങ് ചെക്ക് നമ്മൾ ഇല്ല പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ബാങ്കിങ് ആണ് സബ്ജക്റ്റിലുണ്ട്. ചെക്കുമായി ബന്ധപ്പെട്ട കുറേ ക്രോസ് ചെക്ക് എന്താണെന്നും ഒക്കെ ഓപ്പൺ ചെക്ക് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ എൻഡോഴ്സ്മെൻ്റ് ആൻഡ് ഡിസോണേഴ്സ് ചെക്ക്, ക്യാഷ് 3 കോളം ക്യാഷ് ബുക്ക്, പിന്നെ പർച്ചേസ് ജേണൽ, പർച്ചേസ് റിട്ടേൺ ജേണൽ, ഇതൊക്കെ എന്താണ്, സെയിൽസ് ജേണൽ, സെയിൽസ് റിട്ടേൺ ജേണൽ പ്രോപ്പർ. ഈ പറഞ്ഞതൊക്കെ എന്താണ്, നമുക്ക് ഈ ഒരു സബ്സിഡിയറി ബുക്കിൻ്റെ ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, സബ്സിഡിയറി ബുക്ക് എന്താണെന്ന് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ളത് അതിൻ്റെ ടൈപ്സ്. ഒന്ന് ക്യാഷ് ബുക്കാണ്, ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ പറഞ്ഞിട്ടുള്ള പർച്ചേസ് ജേണലാണ്, പർച്ചേസ് റിട്ടേൺ ജേണലാണ് മൂന്നാമത്തത്. പിന്നെ സെയിൽസ് ജേണലാണ്, സെയിൽസ് റിട്ടേൺ ആണ്, ജേണൽ പ്രോപ്പറാണ്. ഇങ്ങനെയാണ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ബുദ്ധിമുട്ടില്ല, ഒന്നൊന്ന് ആലോചിച്ചാൽ കിട്ടണതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് ഇതൊക്കെ ആളാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് പറയാനും എഴുതാനും പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് സബ്സിഡിയറി ബുക്ക് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ സബ്സിഡിയറി ബുക്ക് അല്ലെങ്കിൽ ജേണൽ ബുക്കാണ്. ലെഡ്ജറാണോ ജേണലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ്സിഡിയറി ബുക്ക് ലെഡ്ജറിൻ്റെ ആണോ ജേണലിൻ്റെയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആൻസർ ജേണലിൻ്റെ മറ്റൊരു ബുക്കാണ് ഈ ഒരു സബ്സിഡിയറി എന്ന് പറയുന്നത് കേട്ടോ. ജേണൽ ഈസ് എ ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ഈസ് എ ഓൾ ട്രാൻസാക്ഷൻ ടു ബി റെക്കോർഡഡ് ഇൻ എ ഫസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഈ ജേണലിനെ സബ് ഡിവൈഡഡുകളാക്കിയിട്ട് സ്പെഷ്യൽ ജേണൽസുകളാക്കിയിട്ട് നമ്മൾ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജേണലും ഈ ഒരു സബ്സിഡിയറി ബുക്കും അല്ല ബന്ധമുള്ളത്. ജേണലും സബ്സിഡിയറി ബുക്കും ആണ് ബന്ധമുള്ളത്, അല്ലാതെ ലെഡ്ജറും സബ്സിഡിയറി ബുക്കും അല്ല കേട്ടോ. അപ്പോൾ ജേണലിൻ്റെ മറ്റൊരു ബുക്കാണ് ശരിക്ക് സബ്സിഡിയറി ബുക്ക് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അതിൽ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് ക്യാഷ് കോളം, 2 കോളം, 3 കോളം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നീഡ് പറയുന്നുണ്ട്. ഈ ഒരു സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ജേണൽ ഓൾ ട്രാൻസാക്ഷൻസുകൾ പ്രൈമർലി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ജേണലിലാണ് അല്ലേ. ത്രൂ ജേണൽ, ഒറ്റ ജേണലിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അത് നമുക്കൊരു സ്മോൾ ഓർഗനൈസേഷനിലൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ജേണൽ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ നമുക്ക് ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസുകൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, ജേണൽ എഴുതിക്കൊണ്ടിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഡെബിറ്റർ ടു ക്രെഡിറ്റർ ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസുകൾ വരുമ്പോഴാണ് ഒരേ സിമിലർ നാച്ചുറൽ ഉള്ള ട്രാൻസാക്ഷൻസുകൾ ഒരു ബുക്കിൽ
നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുക എന്നുള്ളത്. ആ ബുക്കാണ് എന്ത് സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ജേർണൽസിനെ നമ്മൾ മാറ്റുന്ന സബ് ഡിവൈഡഡുകളാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. സബ് ഡിവിഷൻ ഓഫ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓൺലി 1 പേഴ്സണ് ഇതന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹെവി ഉണ്ടെങ്കിൽ, ഹെവി വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. സോ അവിടെ ഇപ്പോൾ നമുക്ക് സബ് ഡിവിഷൻ ബുക്ക് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകളാണ് ബൾക്കായിട്ട് വോളിയംസായിട്ടൊക്കെ വരുന്ന ജേർണൽസിലാണ് നമ്മൾ അതിൻ്റെ സൈഡായിട്ടാണ് നമ്മൾ ഈ ഒരു സബ് ഡിവൈഡഡ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്പീഡി റെക്കോർഡ് ചെയ്യാൻ, വേരിയസ് ട്രാൻസാക്ഷൻസുകൾ സ്പീഡി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജേർണൽ ഈസ് സബ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് സ്പെഷ്യൽ ജേർണൽസ്. സ്പെഷ്യൽ ജേർണൽസുകളാക്കിയിട്ട് നമ്മൾ സ്പെഷ്യൽ ജേർണൽസുകളാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെ നമ്മൾ പറയുന്നതാണ് ഈസ് കോൾഡ് സബ്സിഡിയറി ബുക്ക്. ഓക്കെ, അപ്പോൾ സബ്സിഡിയറി ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ജേർണൽസിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഡാറ്റകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സബ് ഡിവൈഡഡുകളാക്കിയിട്ട് മാറ്റുക. ഒരു ഒറ്റ ജേർണലിൽ ആക്കാണ്ട് നമ്മൾ സിമിലർ നാച്ചുറലുള്ള ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ഏത് സബ്സിഡിയറി ബുക്ക്. ഇതിനെ നമ്മൾ ഡേ ബുക്കൊക്കെ പറയും കേട്ടോ. ഡേ ബുക്ക് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഈ ഒരു ഇതിനെ സെപ്പറേറ്റായിട്ട് നമ്മൾ കൊടുക്കുക. നോക്കാം, ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്, അല്ലേ, പർച്ചേസ്, സെയിൽസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ വരുന്നുണ്ട്, ട്രാൻസാക്ഷൻസുകൾ വരുന്നുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രൂപ്പുകളാക്കിയിട്ട് ഒരു ഒറ്റ കാറ്റഗറി ആക്കിയിട്ട് മാറ്റുക കേട്ടോ. ഇപ്പോൾ ക്യാഷ് സെയിൽസ്, ക്യാഷ് പേയ്മെൻറ്റ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ക്യാഷ് അക്കൗണ്ട്സ് മാത്രം പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് അക്കൗണ്ടിൽ കൊടുക്കുക. ഇനി പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ്, പർച്ചേസ് ബുക്കിൽ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പർച്ചേസൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസിപ്റ്റും ആ ഒരു കൺസെപ്റ്റിലേക്കല്ലേ എത്തുക. അതൊക്കെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ക്രെഡിറ്റിന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പർച്ചേസിലും സെയിൽസിലും നമ്മൾ സെപ്പറേറ്റ് പർച്ചേസും സെയിൽസും കൊടുക്കുന്നത്. ആ ബുക്ക് കൊടുക്കുന്നത് എന്തിനാണ്, ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കടത്തിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അതാത് ബുക്കിൽ പർച്ചേസിലും സെയിൽസ് അക്കൗണ്ടിലും പർച്ചേസ് അക്കൗണ്ടിലും നമ്മൾ കൊടുക്കുന്നത്. അല്ലാണ്ട് ക്യാഷുമായി ഡീൽ ചെയ്ത പർച്ചേസും സെയിൽസും ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പർച്ചേസിൻ്റെ സെയിൽസിൻ്റെ ബുക്കിലല്ല എഴുതുന്നത്, ക്യാഷ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. നമുക്ക് വഴിയെ പറയാം അത്. അപ്പോൾ സബ്സിഡിയറി ബുക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ. in a practice, journal is a subdivided such way as a separate book is used each category of transaction which are repeated naturally in a sufficiently large in numbers. അതാണ് മനസ്സിലാക്കേണ്ടത് സബ്സിഡിയറി ബുക്ക്. ഇനി സബ്സിഡിയറി ബുക്സുകൾ 8 ഐറ്റം സബ്സിഡിയറി ബുക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. മനസ്സിലാക്കുക, 8 ഐറ്റംസുകളാണ് ഉള്ളത് കേട്ടോ സബ്സിഡിയറി ബുക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ക്യാഷ് ബുക്ക്, രണ്ടാമത്തത് പർച്ചേസ് ജേണൽ, മൂന്നാമത്തത് പർച്ചേസ് റിട്ടേൺ ജേണൽ, ദെൻ സെയിൽസ് ജേണൽ, സെയിൽസ് റിട്ടേൺ ജേണൽ, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ജേണൽ പ്രോപ്പർ. ഇങ്ങനെ 8 സബ്സിഡിയറി ബുക്സുകളാണ് ഉള്ളത്, യൂസ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. അതിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും, ഓൾ ക്യാഷ് റെസീപ്റ്റ്സും ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സുമാണ് നമ്മളിവിടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് പർച്ചേസും ക്യാഷ് സെയിൽസും നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്, ക്യാഷ് ബുക്കിലാണ്. അഥവാ ക്യാഷിന് വാങ്ങി ക്യാഷിന് വിറ്റു നമ്മൾ പറയൂലേ, അതൊക്കെ ക്യാഷിലാണ്. അപ്പോൾ അവിടെ ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും ഇൻക്ലൂഡഡ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പർച്ചേസ് ജേണലാണ്. പർച്ചേസ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പർച്ചേസ് ജേണൽ എന്താണ്? ക്രെഡിറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ക്രെഡിറ്റിന് ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് മാത്രം റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഏത്? പർച്ചേസ് ജേണൽ. കേൾക്കണില്ലേ? ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് ജേണൽ കേട്ടോ. പർച്ചേസ് ജേണൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുക ഗുഡ്സ് മാത്രമായിട്ടോ, അസറ്റുകൾ, ഫിക്സ്ഡ് അസറ്റുകൾ ഇങ്ങനെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്നത് ഇതിൽ ഇൻക്ലൂഡ് അല്ല. മനസ്സിലാക്കുക, എഴുതി വെച്ചോ. ഫിക്സ്ഡ് അസറ്റ്സുകൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ ഇൻക്ലൂഡ് അല്ല. ഓൺലി ഗുഡ്സ് മാത്രമാണ് കേട്ടോ. നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺലി ഈസ് റെക്കോർഡഡ് പർച്ചേസ് ജേണൽ. ഇനി പർച്ചേസ് റിട്ടേണോ? ഈ പർച്ചേസ് ചെയ്ത ഗുഡ്സ് തിരികെ നമുക്ക് റിട്ടേൺ ആയിട്ട് തരികയാണെങ്കിൽ അതിനുള്ള ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ജേണൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി സെയിൽസ് ജേണൽ എന്ന് പറയുന്നത് ക്രെഡിറ്റിന് സാധനങ്ങൾ സെയിൽ ചെയ്താൽ മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണ് സെയിൽസ് ജേണൽ. അത് റിട്ടേൺ തരുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ജേണൽ. ഇനി ബിൽ റിസീവബിൾ ജേണൽ എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ അഥവാ പ്രൊമിസറി നോട്ട്സ്, റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അങ്ങനെയുള്ള ബില്ലുകൾ മായി ബന്ധപ്പെട്ട ബിൽ റിസീവബിൾ കേട്ടോ. ബിൽ റിസീവ്ഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ബിൽസ് റിസീവബിൾ ജേണലിലാണ് നമ്മൾ കൊടുക്കുക. ബിൽസ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്ന ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും നോട്ട്സുകളൊക്കെ നമ്മൾ കൊടുക്കാണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളത്, അപ്പോൾ ബില്ല് പേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബിൽസ് പേയബിളാണ് ജേണലിലാണ് നമ്മൾ കൊടുക്കുക. ഇനി ലാസ്റ്റ് ജേണൽ പ്രോപ്പറിൽ നമ്മൾ ഇതിലൊന്നും ഈ മുകളിൽ പറഞ്ഞതിലൊന്നും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഐറ്റംസുകൾ നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് നമ്മൾ കൊടുക്കുക. എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഇവിടെ നമ്മൾ കൊടുക്കൂല. ഫിക്സ്ഡ് അസറ്റ് വാങ്ങിയതാണെങ്കിലും വിറ്റതാണെങ്കിലും ഒന്നും എവിടെയും കൊടുക്കുന്നില്ല. അത് നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് കൊടുക്കുക കേട്ടോ, ഫിക്സ്ഡ് അസറ്റ് ആയതുകൊണ്ട്. then അതുപോലെ ഓപ്പണിംഗ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി, ഇതൊക്കെ നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 8 ഐറ്റം ബുക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇതാണ് സബ്സിഡിയറി ബുക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ക്യാഷിന് പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് ബുക്കിൽ അതോ ജേണലിലോ? ക്യാഷിന് പർച്ചേസ് ചെയ്തതാണെങ്കിലും ക്യാഷിന് സെയിൽസ് ചെയ്തതാണെങ്കിലും ഓഫ് ഗുഡ്സ് കേട്ടോ, ഗുഡ്സുകളെ ക്യാഷിന് പർച്ചേസ് ചെയ്തതാണെങ്കിലും ക്യാഷിന് സെയിൽ ചെയ്തതാണെങ്കിലും അത് നമ്മൾ ക്യാഷ് ബുക്കിലാണ് കൊടുക്കുക. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തതാണെങ്കിൽ മാത്രം നമ്മൾ പർച്ചേസ് ജേണലിൽ കൊടുക്കുക. ക്രെഡിറ്റിന് സെയിൽ ചെയ്തതാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് ജേണലിൽ കൊടുക്കുക. അതിന് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്തത് റിട്ടേൺ ആണെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് റിട്ടേണിൽ കൊടുക്കുക. സെയിൽ ചെയ്തത് റിട്ടേൺ വരികയാണെങ്കിൽ അത് നമ്മൾ സെയിൽസ് റിട്ടേണിൽ കൊടുക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ക്യാഷിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പർച്ചേസ് ജേണലിൽ ഫുള്ളി ക്രെഡിറ്റ് ആണ്. ക്യാഷിനാണെങ്കിൽ ക്യാഷ് ബുക്കിലാണ് കൊടുക്കുക, ക്യാഷുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ക്യാഷ് ബുക്കിലാണ് കൊടുക്കുക. ക്ലിയർ? ഓക്കെ ആണോ? നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് സബ്സിഡിയറി ബുക്ക്. ഒന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ ബിക്കം എ ഓട്ടോമാറ്റിക്. നമുക്ക് എന്താണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ സെപ്പറേറ്റ് ബുക്സുകൾ ഈച്ച് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഇങ്ങനെ ഒരേ സെയിം നാച്ചുറൽ അതിനെ ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ ചെയ്തു പോകാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്
നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ക്രെഡിറ്റിനായതുകൊണ്ട് പർച്ചേസിലാണ് വരിക. സെയിൽസ് ക്രെഡിറ്റ് ആണ്, സെയിൽസിൻ്റെ കാര്യമാണെങ്കിൽ ഓൺലി ക്രെഡിറ്റഡ് സെയിൽസ് മാത്രമാണ് അതിൽ വരിക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ചിന്ത വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റെഫറൻസ് ബിക്കം ഈസി ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ ക്യാഷ് അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ക്യാഷ് ഇങ്ങോട്ട് എത്ര വന്നു, ക്യാഷ് എത്ര പോയി, നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് നമുക്ക് ലെഡ്ജർ നോക്കിയാൽ മതി കേട്ടോ. പക്ഷേ ലെഡ്ജറും ഇങ്ങനെ എന്താണ് ഈ ഒരു ക്യാഷ് ബുക്ക് നോക്കിയാൽ ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളത് തന്നെയാണ്. ലെഡ്ജറിന് സമാനമായിട്ടുള്ളത് തന്നെയാണ്, അല്ല എന്നല്ല. പക്ഷേ ഒന്നുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മാത്രം കേട്ടോ. നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് വർക്കാണ്. കാരണം ഈ ജേണൽ നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ അവിടെ ഒരുപാട് വർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ബുക്സുകൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ലോട്ട് ഓഫ് ടൈം ഇതിന് ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് മോർ പർട്ടിക്കുലേഴ്സ് ആണ്. കാരണം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പോസിബിൾ ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ബുക്കിൽ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷൻ സെർവ് ചെയ്യുന്ന ഒരു ബുക്കായിട്ടാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഫിക്സ്ഡ് അല്ലേ. നമുക്ക് അപ്ഡേഷൻസുകൾ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാണ്, ഫിക്സായിട്ട് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ് ചെക്കിംഗ് ആണ്. നമുക്ക് ആ ഒരു പീരിയഡിൽ മീൻസ് ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ വീക്കിലൊക്കെ ആയിരിക്കും നമ്മളിത് നോക്കുക. ഒരു ഇയർ എൻഡിലൊന്നും നോക്കാൻ കഴിയില്ല. പിന്നെ വീക്കിലിയോ മന്ത്ലിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എറേഴ്സുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അതൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസുകളായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്യാഷ് ബുക്കാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബുക്കാണ് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് നമുക്ക് റെസിപ്റ്റ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് പർച്ചേസ്, പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് വേരിയസ് എക്സ്പെൻസ്, സാലറി, വേജ്, റെൻറ്റ്, ടാക്സ് എല്ലാം അതിൽ ഇൻക്ലൂഡാണ്. നമ്മൾ കൊടുക്കുന്നതാണല്ലോ. ഇത്തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസുകളും ഓൾ ദീസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് വൺ സൈഡ് ആൻഡ് പേയ്മെൻറ്റ് ഈസ് അനദർ സൈഡ്. ഒരു സൈഡിൽ റെസിപ്റ്റും ഒരു സൈഡിൽ പേയ്മെൻറ്റും ആയിട്ടുള്ള ഒരു അങ്ങനെ രണ്ട് നമ്മുടെ അക്കൗണ്ടിങ് ഫോർമാറ്റിൽ കേട്ടോ. അക്കൗണ്ട്സ് നമ്മൾ എന്താണെന്ന് പഠിച്ചില്ലേ, ആ ഫോർമാറ്റിലുള്ള ഒരു ബുക്ക് തന്നെയാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു സൈഡിൽ എന്താണ് റെസിപ്റ്റും ഉണ്ടാകും, ഒരു സൈഡിൽ പേയ്മെൻറ്റും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സാധാ നോർമലി ഒരു ബുക്കാണ് ഒരു ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ഓക്കെ. അപ്പോൾ ക്യാഷിനുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ക്യാഷ് ബുക്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്കുകളുണ്ട്. എന്താണ് സിമ്പിൾ ഓർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, രണ്ടാമത്തത് 2 ഓർ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, മൂന്നാമത്തെ 3 ഓർ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ സിമ്പിൾ ഓർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ 3 ടൈപ്സ് ഉണ്ട്, സിംഗിളും ഡബിളും ട്രിപ്പിളും കേട്ടോ. അങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. അതൊക്കെ ഈസിയാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മൾ നോർമലി ഒരു ക്യാഷ് ബുക്ക് ഇല്ലേ, അതന്നെ ഡെബിറ്റും ക്രെഡിറ്റും അല്ലേ. ലെഫ്റ്റ് ഹാൻഡിൽ ഡെബിറ്റും റൈറ്റ് ഹാൻഡിൽ ക്രെഡിറ്റും ഉള്ളതാണ്. അപ്പോൾ ഡേറ്റ്, പർട്ടിക്കുലർ, LF, എമൗണ്ട് അല്ലേ. ഒരു എമൗണ്ട് കോളം മാത്രമുള്ള ഈ
കോളം, ആ ഒരു ബുക്കിനെയാണ് നമ്മൾ സിംഗിൾ കോളം എന്ന് പറയുന്നത്. ഒറ്റ എമൗണ്ട് കോളം ഉള്ളത്. ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളം, ഓരോ സൈഡിലും ഓരോ എമൗണ്ട് കോളം ഉള്ള ക്യാഷ് ബുക്കാണ് ഏത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് സെർവ് ദ പർപ്പസ് ഓഫ് ക്യാഷ് അക്കൗണ്ട് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ഓൺലി വൺ എമൗണ്ട് കോളം ഓർ ഈച്ച് സൈഡ്, രണ്ട് സൈഡിലും ഓരോ എമൗണ്ട് കോളം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെക്കോർഡ് ഡെബിറ്റ് സൈഡിൽ ടു ബി ക്യാഷ് റിസീവ്ഡ് ടു ബി റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. ക്ലിയർ? റിസീവ്ഡ് ഇൻ ഡെബിറ്റ് സൈഡ് കേട്ടോ. ദ ഡേറ്റ് ഓഫ് വിച്ച് റിസീവ്ഡ് റെക്കോർഡ് ഇൻ ദ ഡേറ്റ് കോളം, നെയിം ഓഫ് ദ അക്കൗണ്ട് റിസീവ്ഡ് മെൻഷൻ പർട്ടിക്കുലർ കോളം, LF ലെഡ്ജർ ഫോളിയോ, ദെൻ അതുപോലെ പേജ് നമ്പർ അല്ലേ, അതറിയാമല്ലോ. റെക്കോർഡഡ് പോസ്റ്റിംഗ് എമൗണ്ട് കോളം റിസീവ്ഡ്. ഇനി സിമിലർലി ക്രെഡിറ്റ് സൈഡിൽ അതുപോലെ തന്നെയാണ്. മറ്റോടത്ത് റിസീവ് ചെയ്യുന്നത് ഡെബിറ്റ് ആണെങ്കിൽ മറ്റോടത്ത് എന്തായിരിക്കും? പേയ്മെൻറ്റ് ചെയ്യുന്നത്, പെയ്ഡ് ചെയ്യുന്നതൊക്കെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. എഴുതി വെച്ചോട്ടോ. പേയ്മെൻറ്റ് സൈഡ് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് റൈറ്റ് സൈഡ് അല്ലേ, പർട്ടിക്കുലർ കോളം ഉണ്ട്, LF ഉണ്ട്, ഒക്കെ ഉണ്ട് അതിൽ ആ ഒരു കോളത്തിൽ. ഡെബിറ്റ് സൈഡിൽ പറഞ്ഞ എല്ലാ സെയിം മാനേഴ്സും ബാക്കിയുള്ളതൊക്കെ സെയിം ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ഇനി പോസ്റ്റ് ചെയ്യുന്നതോ? പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ posting the single column cash book. A said earlier, cash book serve the purpose of cash account. It is not open a cash account in the ledger. ഇതിനപ്പം നമുക്ക് എന്താണ്, ഒരു ലെഡ്ജറിൻ്റെ ഒരു ക്യാഷ് അക്കൗണ്ട് ആവശ്യമില്ല. ഈ ഒരു ക്യാഷ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടായാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. റെസിപ്റ്റും പേയ്മെൻറ്റും മനസ്സിലായല്ലോ. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി പോസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. ഫുള്ളി കവേർഡ് ഇതിനകത്ത് പോസ്റ്റിംഗ് ദ ഡബിൾ എൻട്രി സിസ്റ്റം രീതിയിൽ തന്നെയാണ് കേട്ടോ. മീൻസ് ഡെബിറ്റ് സൈഡ് ഓഫ് ദ ഓൾ ട്രാൻസാക്ഷൻ, ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് ബുക്ക്, ക്രെഡിറ്റ് സൈഡ് കൺസേൺ ദ ലെഡ്ജർ ഇൻഡിവിജ്വലി ബൈ ക്യാഷ് അക്കൗണ്ട്. അങ്ങനെ തന്നെയാണ് കേട്ടോ. ബൈ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും, ടു എവിടെയാണ്? ഡെബിറ്റ് സൈഡിലും കേട്ടോ. ബൈ ക്രെഡിറ്റിലും, ടു മനസ്സിലാകുന്നുണ്ടോ? ടു എൻ്റേർഡ് ഇൻ എ ക്രെഡിറ്റ് സൈഡ് ഇതിൻ്റെ കൺസേൺ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലെഡ്ജറിൽ പറഞ്ഞില്ലേ, ആ സെയിം റൂള് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡിൽ ഉള്ളതാണെങ്കിൽ അതിന് തൊട്ട് മുകളിൽ ഏതാ വെച്ചാൽ അത് നമ്മൾ ബൈ ആയിട്ട് ക്രെഡിറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിലുള്ളതാണെങ്കിൽ അതിൻ്റെ അല്ലേ ഇതാണെങ്കിൽ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ കൊടുക്കും? ഡെബിറ്റ് സൈഡിലും കൊടുക്കും. ആ സെയിം മാനർ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്നതും അതുതന്നെയാണ്. ബാലൻസ് ക്യാരി ഡൗണും ബാലൻസ് ബ്രോ ഡൗണും ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചതാണ്. ക്രെഡിറ്റ് സൈഡിൽ ആണെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ, അതിനെ തൊട്ട് അടുത്ത ദിവസത്തെ ഡേറ്റ് എഴുതിയിട്ട് ബാലൻസ് ബ്രോ ഡൗൺ ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം അല്ലേ. ഓക്കെ, നോക്കാം. അതിൽ നവീൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞതല്ലേ. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താണ് നമ്മുടെ ഇത് ട്രാൻസാക്ഷൻസുകൾ വായിക്കുമ്പോൾ നിങ്ങൾ ക്യാഷ് ബുക്ക്, നവീൻ ആൻഡ് കമ്പനിയുടെ ക്യാഷ് ബുക്ക് കേട്ടോ, ക്യാഷ് ബുക്ക് എടുത്തൊന്ന് നോക്കണേ, ടെക്സ്റ്റിലൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് നവീൻ അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ആണെങ്കിൽ അവിടെ എന്താ നമ്മൾ കൊടുക്കുക? ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കൊടുക്കും അല്ലേ. അങ്ങനെ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്, മാറ്റമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ക്യാഷ് ബുക്കായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ക്യാഷ് അക്കൗണ്ടിന് പകരം ക്യാഷ് ബുക്ക് എന്ന് എഴുതി കൊടുക്കുന്നു കേട്ടോ. ലെഡ്ജറായിട്ട് നമുക്ക് എന്താണ് ലെഡ്ജർ, ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ ലെഡ്ജർ കൊടുക്കുകയാണെങ്കിൽ ബൈ ക്യാഷ് അക്കൗണ്ട് 2000 അല്ലേ, 25,000 അല്ലേ, 25,000. ക്ലിയർ ആയോ പറഞ്ഞത്? നെക്സ്റ്റ് ഓപ്പൺ
ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയപ്പോൾ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? അല്ലേ? ക്യാഷ് അക്കൗണ്ട്സിൽ വരുന്നില്ലേ? ബാങ്ക് അക്കൗണ്ട്സ് നോക്കാം. എത്രയാണ് ബാങ്ക് അക്കൗണ്ട്സിൽ എമൗണ്ട്? 20,000 രൂപ അല്ലേ പറഞ്ഞേ? 20,000 രൂപ അല്ലേ? ടു ക്യാഷ് അക്കൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട്സിൽ കൊടുത്തിട്ടുണ്ട് ലെഡ്ജറിൽ. അപ്പം നമുക്ക് ബൈ ബാങ്ക് അക്കൗണ്ട് കേട്ടോ. ബൈ ബാങ്ക് അക്കൗണ്ട് എത്രയായിരിക്കും? 20,000 രൂപ. അപ്പം ബൈ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക അല്ലേ? അങ്ങനെയാണ് വരിക. ഇനി പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലേ? ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഗുഡ്സ്. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ വരിക? അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? 3,000 രൂപ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് അല്ലേ? ബൈ പർച്ചേസ് അക്കൗണ്ട് 3,000 രൂപ നമ്മൾ എഴുതി കൊടുത്തു. അപ്പം നമ്മൾ ഈ പർച്ചേസ് അക്കൗണ്ട്സിൽ എവിടെ വരും? ടു ക്യാഷ് അക്കൗണ്ട് 3,000 രൂപ വരും. ഡൗട്ടൊന്നുമില്ലല്ലോ. നേരെ ഓപ്പോസിറ്റ് എൻട്രി എഴുതി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ തന്നെ കേട്ടോ. ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷിന് നമ്മൾ വിറ്റു എന്ന് പറയുന്നുണ്ട് 4,000 രൂപക്ക് അല്ലേ? അപ്പോൾ 4,000 രൂപക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ വിറ്റതൊക്കെ എവിടെയായിരിക്കും അധികം? നമ്മൾ കൊടുത്തതൊക്കെ എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ ടു സെയിൽസ് അക്കൗണ്ട് 4,000 രൂപ അല്ലേ? ഇനി പർച്ചേസ് അത് സെയിൽസ് അക്കൗണ്ട്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സെയിൽസ് അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4,000 രൂപ ബൈ. അപ്പോൾ നമ്മൾ ക്യാഷായിട്ട് ബൈ കൊടുക്കും അല്ലേ? ബൈ ക്യാഷ് അക്കൗണ്ട് 4,000 രൂപ എന്ന് കൊടുക്കും. ഇനി പർച്ചേസ് ഫർണിച്ചർ 8-ാം തീയതി ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻ്റ് ആണ് അവിടെ അല്ലേ? അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. എക്സ്പെൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുക അല്ലേ? അപ്പോൾ ബൈ ഫർണിച്ചർ അക്കൗണ്ട് 1,000 രൂപ. ദെൻ പർച്ചേസ് രാംലാൽ ഓൺ ക്രെഡിറ്റിനാണ് കേട്ടോ. അപ്പോൾ രാംലാലിൻ്റെ പേര് അവിടെ കൊടുക്കണം. രാംലാൽ അക്കൗണ്ട് എത്രയാണ്? പർച്ചേസുകളെല്ലാം എക്സ്പെൻസ് ആണ്. ഇപ്പോൾ രാംലാലിന് 25,000 രൂപ അല്ലേ? പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സോൾഡ് ഗുഡ്സ് ടു ചോട്ടലാൽ അല്ലേ? ഓൺ ക്രെഡിറ്റിന് വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോട്ടലാലിൻ്റെ ക്രെഡിറ്റിനായതുകൊണ്ട് പേര് മെൻഷൻ ചെയ്യണം. സോ അവിടെ 3,000 രൂപ. ക്ലിയർ അല്ലേ? 3,000 തന്നെയല്ലേ പറഞ്ഞേ? ചോട്ടാലാലിൻ്റെ അക്കൗണ്ട്സിൽ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷിന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായിരിക്കും കൊടുത്തിട്ടുള്ളത്? ക്യാഷിനാണ് അല്ലേ? 1,000 രൂപ. ടു സെയിൽസ് അക്കൗണ്ട് 1,000 രൂപ. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? പെയ്ഡ് ടു രാംലാൽ അക്കൗണ്ട് ഓൺ അക്കൗണ്ട്. അപ്പോൾ ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷിനാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതിൽ രാംലാലിന് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊടുത്തതൊക്കെ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? അപ്പോൾ 25,000 രൂപയാണ്. 2,500 രൂപ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താ? നോക്കുക. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിസീവ്ഡ് ഫ്രം ചോട്ടാലാലിൻ്റെ നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് കിട്ടിയതാണ് അല്ലേ? അവിടെയാണ് നമുക്ക് ചോട്ടാലാലിൻ്റെ 2,000 രൂപ കേട്ടോ. മറ്റെടുത്ത് പിന്നെ എവിടെ ചോട്ടാലാൽ പറഞ്ഞേ? ക്രെഡിറ്റിന് അല്ലേ? അവിടെ നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിയത് വിറ്റത് നമ്മൾ ക്യാഷിൽ കൊടുക്കുമോ? ഇല്ല. അതുകൊണ്ട് നമുക്കത് അവിടെ മെൻഷൻ ചെയ്യേണ്ട കേട്ടോ. മറന്നോ? ക്രെഡിറ്റിനുള്ളത് നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് വിഡ്രോ ഫ്രം ക്യാഷ് ബാങ്ക് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് കേട്ടോ. ബാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളവിടെ എന്താ കൊടുക്കുക? വിഡ്രോ ചെയ്തതല്ലേ?
ഡ്രോയിങ്സ് അല്ലേ? ആ ഒരു മിനിറ്റ് കേട്ടോ. മിനിറ്റ്. വിഡ്രോ ചെയ്ത് എത്ര രൂപയാണ്? 3000 രൂപയാണുള്ളത് അല്ലേ? അത് ഡ്രോയിങ്സ് വരില്ലല്ലോ അല്ലേ? ഇല്ല, അത് പേഴ്സണൽ യൂസിന് മാത്രമാണെങ്കിൽ ഡ്രോയിങ്സ് വരിക കേട്ടോ. ഇവിടെ നമുക്ക് ഇത് നമ്മൾ എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഇത് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബാങ്കുമായി ബന്ധപ്പെട്ടത് ബാങ്കിൻ്റെ ബുക്സിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ബില്ലാണ്. ബില്ല് നമ്മൾ പേ ചെയ്തു, ക്യാഷാണ് അവിടെ വരുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഇലക്ട്രിസിറ്റി ബില്ലല്ലേ? അങ്ങനെയല്ലേ? അല്ല, ഇലക്ട്രിസിറ്റി ബിൽ ഡെപ്റ്റർ ടു ക്യാഷ്. സോ അവിടെ നമ്മൾ അപ്പോൾ നമ്മൾ ക്യാഷിന് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് എന്ത് ചെയ്യാം? ബൈ ഇലക്ട്രിസിറ്റി ചാർജ് 50 രൂപ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക. പിന്നുള്ളതോ പെയ്ഡ് റെൻറ്റ് അല്ലേ? റെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ക്യാഷാണ്, അവിടെ നമുക്ക് റെൻറ്റ് കൊടുക്കുക. സാലറി, അതുപോലെ ക്ലർക്കിന് സാലറി കൊടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബൈ സാലറി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പെടാത്ത ഐറ്റംസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ക്രെഡിറ്റിന് നമ്മൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഒന്നും എന്താണില്ല, ക്യാഷ് ഉൾപ്പെടുന്നില്ല, ഒന്നാമത്തെ കണ്ടീഷന്. പിന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് അല്ല. നമ്മൾ ജേണലിൽ എഴുതി വിചാരിച്ചിട്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യണ്ട, അതിൽ എൻട്രി ചെയ്യണ്ട. ക്യാഷിന് കൊടുത്തതും വാങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എൻട്രി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 35,000 രൂപയാണ് നമുക്ക് കിട്ടുക ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് 35,000 നമുക്ക് എഴുതിയിട്ട് ബാലൻസ് ചെയ്യണം. അത്രയും എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇല്ലാത്തതുകൊണ്ട് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് നമുക്ക് 7,600 നമുക്ക് കിട്ടി. ഈ ബാലൻസ് ബാലൻസ് ക്യാരി ഡൗൺ 31st കേട്ടോ, ജൂലൈ 31st എന്ന് എഴുതി കൊടുത്തിട്ട് 7,600 കൊടുക്കുക. ദെൻ അതിനെ നമുക്ക് തൊട്ടടുത്ത മന്തിലെ ഫസ്റ്റ് ഡേക്ക് അഥവാ August 1 ടു ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ട് 7,600 കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 10 നമുക്ക് ഈ ഒരു മിനിറ്റ് 10-ാം തീയതിയത്തെ 10ഉം 12ഉം ഒക്കെ എന്താണ്, ക്രെഡിറ്റിനാണ്. അവിടെ നമ്മൾ ഷുഡ് നോട്ട് ബി ദേ ആർ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് കേട്ടോ. അത് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ മനസ്സിലാക്കാതെ പോവരുത്. കാരണം നമ്മൾ ജേണൽ എഴുതി വിചാരിച്ചിട്ട് നമുക്ക് ഇതിൽ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാഷ് ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, ക്യാഷുമായി ബന്ധപ്പെട്ടത് മാത്രം. ഇനി അതല്ല, നമ്മൾ പർച്ചേസ് ബുക്കാണ്, പർച്ചേസ് ജേണൽ ആണെങ്കിൽ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ അവിടെ വരുള്ളൂ. സെയിൽസ് ആണെങ്കിൽ, സെയിൽസ് ജേണൽ ആണെങ്കിൽ അവിടെ ക്രെഡിറ്റിന് സെയിൽ ചെയ്തത് മാത്രമാണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി റിട്ടേൺ ആണെങ്കിൽ രണ്ടിൻ്റെയും റിട്ടേൺ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും നാച്ചർ നോക്കിയിട്ട് വേണം നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ക്ലിയർ? അപ്പോൾ സിംഗിൾ കോളം അല്ലെങ്കിൽ എന്താണ്, സിമ്പിൾ കോളം കേട്ടോ. സിംഗിൾ കോളം ക്യാഷ് ബുക്കാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 2 കോളം ക്യാഷ് ബുക്കാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ 2 കോളം ക്യാഷ് ബുക്ക്. 2 കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഫോർമാറ്റിലുള്ള സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് തന്നെയാണ്. അതിൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡും ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ ഫോളിയോ, ദെൻ അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ് പറഞ്ഞൊരു കോളം കൊടുക്കുക. ദെൻ അടുത്തത് ക്യാഷ്. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡും ക്യാഷും ഇങ്ങനെ 2 കോളംസ് ഉള്ളതാണ് ഏത്, 2 കോളംസ് കേട്ടോ. ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ആയിരിക്കില്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരിക്കും കേട്ടോ. അലൗഡ് ആയിരിക്കില്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 കോളം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഡിസ്കൗണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡിലും ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡിലും ആ 2 കോളംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇതിൽ
ബോത്ത് സൈഡ് ഓഫ് എ ക്യാഷ് ബുക്ക് ഓഫ് എ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് അതർ ക്യാഷ് ഇസ് കോൾഡ് 2 columns കേട്ടോ. ദ ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡ് ഡെബ്റ്റേഴ്സ് ഈസ് റെക്കോർഡഡ് ഡെബിറ്റ് സൈഡ് ഓൺ ദ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം എ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കൗണ്ട് അലൗഡും ഒരു ഭാഗത്ത് ഡിസ്കൗണ്ട് റിസീവ്ഡും, അഥവാ ക്രെഡിറ്റിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡെബിറ്റിൽ ഡിസ്കൗണ്ട് അലൗഡ്. ഇനി അതിൽ പോസ്റ്റ് ചെയ്യേണ്ട, റെക്കോർഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ 2 column ക്യാഷ് ബുക്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക കേട്ടോ. റെക്കോർഡ് ചെയ്യുക. ഡിസ്കൗണ്ടിൻ്റെ അലൗഡുകളാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക കേട്ടോ. ഇനി പോസ്റ്റ് ചെയ്യുന്നതോ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ കേസ് പോലെ തന്നെയാണ്. ടു ബി റെസ്പെക്റ്റീവ്ലി പേഴ്സണൽ അക്കൗണ്ട് ബൈ ഡിസ്കൗണ്ട് അലൗഡ് കേട്ടോ. നോക്കാം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ വിൽ ബി പോസ്റ്റഡ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് എ റെസ്പെക്റ്റീവ്ലി പേഴ്സണൽ അക്കൗണ്ട് ബൈ റൈറ്റിംഗ് ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് കേട്ടോ. ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് സിമിലർ എൻട്രി വിൽ ബി പോസ്റ്റഡ് ഡെബിറ്റ് സൈഡ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. അങ്ങനെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദേവി ട്രേഡേഴ്സ് 490 രൂപ റിസീവ് ചെയ്തു, ക്യാഷ് റിസീവ് ചെയ്തു. അവർക്ക് എന്താണ് 10 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. 10 രൂപ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ വിൽ ബി എൻറ്റേർഡ് ഇൻ ദ പർട്ടിക്കുലർ കോളം ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് എ ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദിസ് ട്രാൻസാക്ഷൻ transaction will be entered in a particular column on the debit side of a cash book by writing to Devi Traders account amount 10 രൂപ എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് കൊടുക്കുക നമ്മൾ. ടു ദേവി അക്കൗണ്ട്സ് ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക, ഡിസ്കൗണ്ട് കോളത്തിൽ. പിന്നെ അലൗഡ് ഇൻ ₹490 ഇൻ ക്യാഷ് കോളത്തിൽ കൊടുക്കുക. പോസ്റ്റിംഗ് ഇൻ ടു ദേവി അക്കൗണ്ടിങ് ലെഡ്ജർ. നോക്കുക, ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ബൈ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു, അങ്ങനെയല്ലേ നമ്മൾ പറയാം, ബൈ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് അപ്റ്റർ ബൈ ക്യാഷ് അക്കൗണ്ട് ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു ദേവി ട്രേഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ദേവി ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ബൈ ക്യാഷും വരും, ബൈ ഡിസ്കൗണ്ടും വരും. അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ അങ്ങനെയാണല്ലോ വരിക. അതാണ് ഡിസ്കൗണ്ടിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇലിസ്ട്രേഷൻ 2 കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. അവിടെ ഒന്നുമില്ല, ഡിസ്കൗണ്ട് ഉള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ക്യാഷ് ഇൻ ഹാൻഡ് ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ, അതിൽ ഓരോന്നിൻ്റെയും ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടീഷൻസും താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഡ്ജറും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്ക്. എന്നില്ലെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ റെക്കോർഡ് ഞാൻ ചെയ്യുന്നത് വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്ക് പറഞ്ഞാൽ സ്മോൾ പേയ്മെൻറ്റ് ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. സ്മോൾ പേയ്മെൻറ്റ് ക്യാഷ് ബുക്കാണ്. പേയ്മെൻറ്റ്സുകൾ ഫോർ പോസ്റ്റേജ്, ടെലഗ്രാം, സ്റ്റേഷനറി, കാർട്ടേജ്, പിന്നെ അത് കൺവേയൻസ്, എൻ്റർടൈൻ ദ കസ്റ്റമർ, മൈനർ റിപ്പയേഴ്സുകൾ, ഇതൊക്കെയാണ് എന്ത് പെറ്റി ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. മറ്റതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവർലോഡായിട്ട് വരും. സോ അതുകൊണ്ട് നമ്മൾ സ്മോൾ പേയ്മെൻറ്റ്സിൻ്റെ ഒരു ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മതി. ഇംപ്രസ്റ്റും ഒക്കെ നമുക്ക് അടുത്തതിൽ പറയാം. ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ പറഞ്ഞത്?
അതിൻ്റെ ഇല്ലസ്ട്രേഷൻ 3 ഉണ്ട് കേട്ടോ, അത് ഞാനൊന്ന് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ പെറ്റിയും ക്യാഷ് ബുക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ Petish cash book is maintained on impressed system. Under this system, estimate made amount petty cash payment of a certain period. ഒരു certain period means ഒരു വീക്കിലി ഓർ മന്ത്ലി ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് സിസ്റ്റം തന്നെയാണ് ഇത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അത് പറയുന്നത്. ടുഗദർ വൗച്ചേഴ്സ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ.